പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ആ കാലത്ത് ഗലീലക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലക്കാരെക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? കർത്താവേ, അങ്ങേക്ക് മഹത്വം. പ്രിയ സഹോദരങ്ങളെ, ഈ സുവിശേഷ ഭാഗം നമുക്കൊന്ന് വിചിന്തനം ചെയ്ത് പ്രാർത്ഥിക്കാം. ദുരിതങ്ങൾ യഹൂദർ ദൈവകോപത്തെ ആയിട്ടാണ് ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത്. അപരന്റെ സഹനവേദനകളെ പഴിക്കുന്നവരാകാതെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാകണം. എന്നാൽ ചിലപ്പോഴെങ്കിലും യഹൂദ മനോഭാവത്തോടുകൂടി നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ആഗ്രഹിക്കാത്ത ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ദൈവ കോപമല്ല, അത് തിരുത്തലിനായി ആവശ്യപ്പെടുകയാണ്. മനുഷ്യർക്ക് പശ്ചാത്തപിക്കാനുള്ള ആഹ്വാനമാണ് പീലാത്തോസ് വധിച്ച ഗലീലക്കാരി. സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് മരിച്ചവരും ജീവിച്ചിരിക്കുന്ന നമുക്കും പശ്ചാത്തപിക്കാനും ഒരുങ്ങിയിരിക്കാനുള്ള ആഹ്വാനമാണ്. എന്നാൽ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വന്നുകൂടുന്ന ചില തിന്മകള് അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ചില സഹനങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മുടെ ജീവിതത്തിലൂടെയും കടന്നു പോകുവാൻ ദൈവത്തിന് ഒരു നിമിഷം മാത്രം മതി. അവരേതെങ്കിലും തരത്തിൽ നമ്മളെക്കാൾ പാപികളായത് കൊണ്ടല്ല, എന്നാൽ ചില കാര്യങ്ങൾ ദൈവം വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയുവാനുള്ള വഴികളായിട്ടാണ് ഇതിനെ കാണുവാൻ. തെറ്റുകളുടെ ഫലമല്ല എന്ന് യേശു പഠിപ്പിക്കുന്നു. ദുരന്തങ്ങൾ കാണുമ്പോൾ സ്വയം വിലയിരുത്തുകയും പശ്ചാത്തപിക്കുകയും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുകയും ചെയ്യണം. ഇതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ സുവിശേഷത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ കർത്താവെ, ഓരോ പാപികൾക്കും പശ്ചാത്തപിക്കുവാനായിട്ട് അങ്ങ് ഒരുക്കുന്ന ഓരോ അവസരങ്ങളെയും ആ നന്മയോടെ ഉൾക്കൊള്ളുവാനുള്ള മാനുഷികമായ ദൈവിക ചൈതന്യം എന്നിലേക്ക് നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ പഴിക്കുകയും പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്ത് കടന്നു പോകുന്ന എൻ്റെ ജീവിത ശൈലികളിൽ നിന്ന് മാറ്റം ഉൾക്കൊള്ളുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ എൻ്റേതുമാണെന്ന് കൂടി കണ്ടെത്തുവാനും എന്നെ പഠിപ്പിക്കണമേ. അതുവഴി എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുന്ന ഒരു ജീവിതമാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സുവിശേഷം ശ്രവിക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ. അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ നാമത്തിൽ